നമസ്കാരം. ആധുനിക ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണ്. ആശയവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെല്ലാം ഈ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ വരും കാലങ്ങളിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഉപഗ്രഹങ്ങളെ തട്ടിയെടുക്കാനും അവയെ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൻ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് അപ്പോക്കലിപ്സ് അഥവാ ഉപഗ്രഹ തകർച്ച സംഭവിക്കാമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഹാക്കർമാർ ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവ മനഃപൂർവ്വം തമ്മിലിടിപ്പിക്കുകയും ചെയ്തേക്കാമെന്ന ഭീതിയാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ അലട്ടുന്നത്. എസ്തോണിയയിലെ CR40 സൈബർ സെക്യൂരിറ്റി സെന്ററിലെ ഗവേഷകർ പറയുന്നത് അനുസരിച്ച് മനുഷ്യ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ശേഷിയുള്ള ഏജന്റിക് AI സംവിധാനങ്ങളാണ് ഇതിന് പ്രധാന കാരണമാകുന്നത്. സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങളെ ഹാക്ക് ചെയ്യുക എന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ വലിയ ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ ഉപഗ്രഹങ്ങളുടെ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാനും അവയുടെ പിഴവുകൾ കണ്ടെത്താനും സാധിക്കും. മുൻപ് ആയിരക്കണക്കിന് പേജുകളുള്ള സാങ്കേതിക രേഖകൾ പഠിച്ച് മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യുവാൻ സാധിക്കുന്നത് ഹാക്കർമാർക്ക് വലിയ കരുത്ത് പകരുന്നു. 2024 റഷ്യൻ ഹാക്കർമാർ ഉപഗ്രഹ ആശയവിനിമയങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്താൻ AI ഉപയോഗിച്ചതായി മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും വെളിപ്പെടുത്തിയത് ഈ ഭീഷണി വെറും സാങ്കല്പികമല്ലെന്ന് തെളിയിക്കുന്നു. ഭ്രമണപഥത്തിലുള്ള പല പഴയ ഉപഗ്രഹങ്ങളിലും കാര്യമായ സൈബർ സുരക്ഷാ ക്രമീകരണങ്ങളില്ല എന്നത് ഈ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം 8000-ലധികം ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ നിയന്ത്രണം ഹാക്കർമാർക്ക് ലഭിച്ചാൽ മതി, അത് മറ്റു ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിപ്പിച്ച് വലിയൊരു അപകട പരമ്പര തന്നെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കും. യൂറോപ്പിൽ മാത്രം ഫിഷിംഗ് ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ 500% വരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെ ഹാക്കർമാർക്ക് കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നു എന്നത് സൈബർ ലോകത്തെ വെല്ലുവിളികൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മിത ബുദ്ധി വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും നമ്മുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഉപഗ്രഹ സംവിധാനങ്ങൾ ഒരു AI ആക്രമണത്തിന് മുന്നിൽ നിശ്ചലമായി പോകാൻ സാധ്യതയുണ്ട്. ബഹിരാകാശത്തെ സുരക്ഷ എന്നത് ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു വലിയ ഭീഷണിയാണ്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അതിനൊപ്പം തന്നെ വിനാശകരമായ വഴികളും തുറക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.